എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ വന്ദനം. വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവെഴുത്തിലെ സത്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ദയവായിട്ട് അല്പസമയം ഈ തിരുവെഴുത്തുകളെ കേൾക്കുവാൻ നിങ്ങൾ അതിനായി തയ്യാറാകണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം സെക്കറിയാവിന്റെ ഊമത്തവും, അല്ലെങ്കിൽ സെക്കറിയാവിന്റെ ജീവിതത്തിൽ ഭവിച്ച, അല്ലെങ്കിൽ സെക്കറിയാവ് ഊമനായതും എലിസബത്തിന്റെ വന്ധ്യതയുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് പുതിയ നിയമത്തിൽ നമുക്ക്, പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സെക്കറിയാവിന്റെയും എലിസബത്തിന്റെയും ജീവിത സാഹചര്യങ്ങൾ, അവിടെ ഉണ്ടായ ദൈവപ്രവർത്തികൾ, ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ വായിപ്പാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ സെക്കറിയാവിന്റെ ദൈവം നാവിനെ അടച്ചു കളഞ്ഞത്? എന്തുകൊണ്ടാണ് ദൈവം എലിസബത്തിന്റെ ഗർഭത്തെ അടച്ചു കളഞ്ഞത്? നമ്മളിത് അല്പമായിട്ടൊന്ന് ധ്യാനിപ്പാൻ പോകും. തിരുവെഴുത്ത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും, എൻകറേജ്മെന്റായി മാറും, നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കാൻ കാരണമായി മാറും. കാരണം ഇത് തിരുവെഴുത്തുകളെ നമ്മൾ തിരുവെഴുത്തുകൾ വെച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പഴയ നിയമത്തിലെ അവസാനത്തെ പ്രോമിസ് നമ്മൾ മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ കാണാൻ പറ്റും. സർവശക്തനായ ദൈവം 1000 പ്രവചനങ്ങൾ അനേക പ്രവാചകന്മാരുടെ, പുരോഹിതന്മാരുടെ, ദൈവമനുഷ്യരിലൂടെ ആദം മുതൽ, അതായത് ഏദൻ തോട്ടം മുതൽ അരുളി ചെയ്ത് അനേക ആണ്ടുകൾ, നൂറ്റാണ്ടുകൾ ദൈവദാസന്മാരോട് സംസാരിച്ച ഒടുവിൽ മലാക്കി പ്രവാചകനിലൂടെ സമാപനമായി, അതായത് പുതിയ നിയമം ആരംഭിക്കുന്നതിന് ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം സമാപനമായി, പഴയ നിയമത്തിന്റെ അവസാനത്തെ പ്രോമിസായി ദൈവം കൊടുത്തിരിക്കുന്ന വാക്ക് ഞാൻ വായിക്കുകയാണ്. 5-ാം വാക്യവും 6-ാം വാക്യവും മലാക്കി 4-ന്റെ. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അവൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ ഏലിയ പ്രവാചകനെ അയക്കും. ഏലിയ പ്രവാചകനെ അയക്കും. എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കറിയാം, ഭൂമിയിൽ അനേക പ്രിയപ്പെട്ടവർ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറയുന്ന അവസാനത്തെ വാക്കുകൾ നമ്മൾ ചോദിക്കാറുണ്ട്. അവരെന്ത് പറഞ്ഞിട്ടാണ് മരിച്ചത്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടാണ് അത് അവസാനിച്ചത്, എന്നാണ് അവർ പറഞ്ഞ ലാസ്റ്റ് വാക്ക്. പലപ്പോഴും നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഒടുവിൽ പറയുന്ന ചില വാക്കുകൾ, നമ്മൾ ചില ആളുകളെ വിട്ടുപിരിയുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പുറപ്പെടുമ്പോഴൊക്കെ പറയുന്ന ഒടുവിലത്തെ വാക്കുകളൊക്കെ നമ്മൾ ഓർത്തു വെക്കാറുണ്ട്. അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം പഴയ നിയമ സഭയോട്, പഴയ നിയമത്തിൽ ജീവിച്ച ജനതയോട് അവരുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ പോകുന്ന അതിഭയങ്കരമായ ന്യായവിധിയുടെ മുന്നറിയിപ്പായി അവർക്ക് ദൈവം ഒരു വാക്ക് കൊടുത്തിരുന്നു. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ ഏലിയ പ്രവാചകനെ നിങ്ങൾക്ക് അയക്കും. ദാറ്റ് വാസ് ദ ലാസ്റ്റ് വേർഡ് ഓഫ് ദ ലോർഡ് ഗാഡ് ഇൻ ദ ഓൾഡ് കവനന്റ്, അതായത് പഴയ നിയമ പുസ്തകത്തിൽ. അതിനുശേഷം 400 സംവത്സരങ്ങൾ ശബ്ദമില്ല, ഇരുണ്ട യുഗമെന്നും ഇരുണ്ട കാലഘട്ടമെന്നും ഒക്കെ നമ്മൾ പറയുന്നു. 400 വർഷങ്ങൾ പ്രവാചക ശബ്ദമില്ല, ദൈവദൂതില്ല, ദൈവദൂതന്മാരുടെ വിസിറ്റേഷൻ ഇല്ല. ജനങ്ങൾ പലപ്പോഴും ആശങ്കപ്പെട്ട്, നിരാശപ്പെട്ട് ആ കാലഘട്ടം, അതിനെ സെക്കൻഡ് ടെമ്പിൾ പീരീഡ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു ശബ്ദവുമില്ല, ഒരു വാക്തത്വമില്ല, ഒരു പ്രവാചകൻ അയക്കപ്പെട്ടിട്ടില്ല. ഒരു ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം അടുത്തതായി നമ്മൾ കാണുന്നത്, അതായത് ഈ മലാക്കിയുടെ പ്രവചനം, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. മലാക്കിയുടെ പ്രവചനത്തില് അവസാനത്തെ ദൂത് പറഞ്ഞതിന് ശേഷമുള്ള നെക്സ്റ്റ് ദൈവിക ശബ്ദം. ആ ദൈവിക ശബ്ദം നമ്മൾ വായിക്കുന്നത് മറിയയുടെ അടുക്കൽ വന്ന് പറയുന്നതല്ല. അത് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ പറ്റില്ല. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ദൈവം അവസാനമായി മലാക്കിയിൽ പറഞ്ഞ ശേഷം അടുത്ത 400 വർഷത്തിന് ശേഷം ആദ്യമായി പറയുന്ന ഒരു വാചകം, അത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. മലാക്കി 4-ന്റെ 6-ഉം 5-ഉം 6-ഉം കഴിഞ്ഞതിന് ശേഷം, 400 വർഷത്തിന് ശേഷം സ്വർഗത്തിൽ നിന്ന് വരുന്ന ഫസ്റ്റ് വേർഡ്. ആ വാർഡ് ഇങ്ങനെയാണ്. 1-ാമത്തെ അധ്യായത്തിന്റെ 13-ാം വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കറിയാവേ, ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം.
നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കഴിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേലിൻ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. പഴയ നിയമത്തിൽ അവസാനത്തെ പ്രവചനം എന്താണ്? യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ്. എന്റെ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ പറ്റും കർത്താവിന്റെ നാൾ, ദൈവത്തിന്റെ നാൾ, അതായത് ഭയങ്കരമായ നാൾ. ഇങ്ങനെയുള്ള വാക്കുകൾ പുതിയ നിയമത്തിലും പലയിടത്ത് ആവർത്തിക്കുന്നത് കാണാൻ പറ്റും. കർത്താവിന്റെ നാളിലോ അവൻ കള്ളനെ പോലെ വരുമെന്ന് നമ്മൾ 1 പത്രോസ് 3:10 വായിക്കുന്നു. മനുഷ്യപുത്രൻ വരുന്ന നാൾ, മനുഷ്യപുത്രന്റെ നാൾ, ഇങ്ങനെയുള്ള നാൾ, ആ ദൈവത്തിന്റെ നാൾ, ഭയങ്കരമായ കൊടൂരമായ ന്യായവിധിയുടെ നാൾ, ഇസ്രായേലിന് ഭവിപ്പാൻ പോകുന്ന ന്യായവിധിയുടെ നാളിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് മലാക്കി കൊടുത്ത ശേഷം, ഞാനൊരു സംവത്സരത്തിന് ശേഷം സർവശക്തനായ തമ്പുരാൻ തന്റെ ദൂതനെ സ്വർഗത്തിൽ നയിച്ച് വിശുദ്ധ മന്ദിരത്തിൽ ദേവാലയത്തിനകത്ത് വിശുദ്ധ സ്ഥലത്ത് ധൂപം കാട്ടിക്കൊണ്ടിരിക്കുന്ന പുരോഹിതനായ സക്കറിയാവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചു കൊണ്ടുവന്ന് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും അവന് മുമ്പായി പുറപ്പെടും. അവൻ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. എന്തൊരു മനോഹരമാണെന്ന് നോക്കി. അവസാനിപ്പിച്ച അതേ വാക്യത്തിൽ നിന്ന് മഹാദൈവം ആരംഭിക്കുകയാണ്. എവിടെയാണോ ഓൾഡ് കവനന്റിൽ അവസാനിച്ചത്, പുതിയ നിയമത്തിൽ ആരംഭിക്കുകയാണ്. എത്ര ശ്രേഷ്ഠമാണെന്ന് നോക്കിക്കേ ദൈവത്തിന്റെ പ്രോഗ്രാം. എത്ര അടുക്കും ചിട്ടയോടും കൃത്യതയോടും കൂടെ 400 വർഷങ്ങൾക്ക് ശേഷം സർവശക്തൻ താൻ പറഞ്ഞ വാഗ്ദത്തത്തെ ഒന്നുകൂടെ പുതുക്കുവാൻ ദൈവത്തിന്റെ പുരോഹിതനായ സക്കറിയാവിന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ദൂതനെ അയക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവം അച്ചടക്കത്തിന്റെ ദൈവമാണ്, കൃത്യതയുടെ ദൈവമാണ്, സത്യസന്ധനായ ദൈവമാണ്, വിശ്വസിക്കാൻ പറ്റുന്നവനാണ്. വാക്കുകൾക്ക് മാറ്റമില്ല, അവന്റെ ചിന്തകൾക്ക് മാറ്റമില്ല, അവന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. അവൻ പറഞ്ഞ വാക്കുകളെ നാം അവണ്ണം തന്നെ വിശ്വസിക്കേണ്ടതാകുന്നു. മുമ്പോട്ട് പോകുന്നു. സക്കറിയാവ് ഇത് കേട്ട ശേഷം അവൻ പറയുന്ന വാക്കിങ്ങനെയാ. സക്കറിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് എന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ വാക്തത്വം എന്തോന്നിനാൽ അറിയും? എൻ്റെ പ്രിയപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞൊരു റെവലേഷൻ മീൻസ് വിശുദ്ധ ബൈബിളിനകത്ത് നമുക്ക് ഡയറക്റ്റ് വായിച്ച് കിട്ടാത്ത, പക്ഷെ നമ്മുടെ അകത്ത് മാത്രം മനസ്സിലാകുന്ന ഒരു റിയാലിറ്റി. എന്തോന്നിനാൽ അറിയും? ഉൽപ്പത്തി മുതൽ മലാക്കിയുടെ പുസ്തകം വരെ നന്നായി പഠിച്ച് മനസ്സിലാക്കി മറ്റു ജനതയെ പഠിപ്പിക്കുന്ന ഒരു ഉപദേഷ്ടാവ് കൂടെയാണ് മഹാപുരോഹിതന്മാർ. ഈ പുരോഹിതന്മാർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ബൈബിളിലെ മുറിവാക്യങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ മാത്രമല്ല. പഴയ നിയമത്തിലെ എല്ലാ പുരോഹിതന്മാരും, എല്ലാ ശാസ്ത്രിമാരും, എല്ലാ വേദ അധ്യാപകരും പ്രവാചകന്മാരാണെങ്കിലും ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ആൻഡ് എൻഡ് ടു ദ ബിഗിനിങ് എന്ന് പറഞ്ഞ ആരംഭം മുതൽ അവസാനം വരെയും അവസാനം മുതൽ ആരംഭം വരെയും തിരുവെഴുത്തുകളെ കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തവരാണ്. അതിനകത്ത് അവർ വിട്ടുവീഴ്ചയില്ലാത്തവരാണ്. ജനത്തെ പഠിപ്പിക്കേണ്ടവരാണ്. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ കൃത്യമായി സക്കറിയാവിനറിയാം. പക്ഷെ നിർഭാഗ്യവശാൽ വേദപുസ്തകം വായിക്കുന്നുണ്ടെങ്കിലും, പറയാനറിയാമെങ്കിലും, പഠിപ്പിക്കുന്നുണ്ടെങ്കിലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അദ്ദേഹം ചോദിക്കുകയാണ്, മലാക്കിയിൽ എഴുതിയിട്ടുണ്ട് കർത്താവിന്റെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഏലിയാ പ്രവാചകനെ അയക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ആ ജനിക്കാൻ പോകുന്ന ഏലിയാവ്, വരുവാൻ പോകുന്ന ഏലിയാവ് തന്റെ ഭാര്യയായ എലിസബത്തിൽ തന്നിലൂടെ ഉത്ഭവിക്കാൻ പോകുന്ന മകനാണ് എന്ന് വിശ്വസിക്കാൻ തനിക്ക് പറ്റുന്നില്ല. അതിന്റെ കാരണം അദ്ദേഹത്തിന് വേദപുസ്തകത്തിന്റെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. പ്രസംഗിക്കുന്നുണ്ട്. അടുത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ എല്ലാം വിശദീകരിക്കുന്നുണ്ട്. അബിയാക്കൂറിന്റെ ക്രമപ്രകാരം ഇങ്ങനെ താനെ ഒരു പുരോഹിത ശുശ്രൂഷയിലേക്ക് വരുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് ഏകദേശം
24 കൂറുകളായിട്ടാണ് തിരിക്കുന്നത്. ദാവീദിന്റെ കാലത്തിന് ശേഷം യെരൂശലേമിൽ ദേവാലയത്തിലെ ശുശ്രൂഷകന്മാർ 24 കൂറുകളായി തിരിക്കുന്നു. അതിലെ അബിയാക്കൂറിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ ഇത് 8ാമത്തെ കൂറാണ്. ഈ കൂറില് ഏകദേശം അന്ന് യെരൂശലേമിൽ അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിൽ 18,000-ത്തിലധികം പുരോഹിതന്മാർ ശുശ്രൂഷിച്ചിരുന്നു. 18,000 പുരോഹിതന്മാർ. ആലോചിച്ച് നോക്കണം. ഈ 18,000 പുരോഹിതന്മാർക്ക് ജീവിതകാലത്ത് അവരുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമേ സാധാരണയായിട്ട് ഈ ശുശ്രൂഷിപ്പാനുള്ള ഒരു അവസരം കിട്ടും. അതായത് ജീവിതകാലത്ത് ഒരിക്കൽ മാത്രം. അപ്പൊ സെഖറിയാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലത്ത് ആദ്യമായിട്ടാണ്. താൻ ഒത്തിരി വയസ്സായി, ഇത്രയും പുരോഹിതന്മാർ. പക്ഷെ ഭാഗ്യവശാൽ ദൈവകൃപയാൽ ഇദ്ദേഹത്തിനാണ് നറുക്ക് വീണത്. നറുക്ക് വീഴുക എന്ന് പറഞ്ഞാൽ ഈ 18,000-ത്തിൽ എങ്ങനെയാണ് ഒരാളെ ശുശ്രൂഷകനായി തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവരുടെ പേരിലേക്ക് നറുക്കെടുക്കുക, ഡൈസ്. ഈ ഡൈസ് പോയി ആരുടെ പേരിൽ വീഴുന്നോ ആ ആളാണ് ശുശ്രൂഷകനായി ആ അടുത്ത 2 വീക്സ് ദേവാലയത്തിനകത്ത് ശുശ്രൂഷിക്കേണ്ടത്. നോക്കിക്കോണേ, വയോവിധ്യനായ മനുഷ്യൻ, ദൈവത്തിന്റെ പ്രോഗ്രാം, വലുതും ഭയങ്കരമായ നാൾ വരുന്ന ഏലിയാവിനെ അയക്കണം. സോ ദൈവത്തിന്റെ മാസ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി അവന് വേണ്ടി തന്നെ നറുക്ക് വീണു. ശരി, നറുക്ക് വീണവനാകട്ടെ വയോധികൻ, അവന്റെ ഭാര്യയാകട്ടെ ഏതാ വന്ധ്യത ബാധിച്ച സ്ത്രീ, മക്കൾക്ക് ജന്മം കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു വയസ്സായ സ്ത്രീ. പ്രോഗ്രാമൊക്കെ ഉണ്ട്, പക്ഷേ പോസിബിലിറ്റീസ് വളരെ കുറവ്. സാധ്യതകൾ മുമ്പിൽ മൊത്തം അടഞ്ഞു കിടക്കുക. പക്ഷെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമൊന്നും, ഇവരുടെ ദേഹത്തെ നോക്കിയാൽ, സാഹചര്യത്തെ നോക്കിയാൽ, ബയോളജിക്കൽ സിസ്റ്റം നോക്കിയാൽ ടോട്ടൽ ഇവർക്ക് വിശ്വസിപ്പാൻ പറ്റുന്നതൊന്നുമില്ല, ആശിക്കാൻ പറ്റുന്നതുമില്ല. ഇവർക്ക് ഉറയ്ക്കാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇവർ അടയാളങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, ജീവിത സാഹചര്യം നോക്കിയിട്ട് കാര്യമില്ല. ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഒറ്റ കാര്യം, എഴുതപ്പെട്ട തിരുവെഴുത്ത്. ഇറ്റ് ഈസ് റിട്ടൺ. ഗ്ലോറി ടു ഗാഡ്. മാറാത്ത തിരുവെഴുത്ത്, മായ്പാൻ കഴിയാത്ത തിരുവെഴുത്ത്, ദൈവത്തിന്റെ തിരുവായാൽ അരുളി ചെയ്ത തിരുവെഴുത്ത്, അതിനും മാറ്റമില്ല. സെഖറിയാവിന്റെ ആരോഗ്യവും തന്റെ ഭാര്യയുടെ ബലഹീനതയും കണക്കിടേണ്ട ആവശ്യമില്ല. തിരുവെഴുത്തുകളെ വിശ്വസിക്കുന്ന ആളായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഒരിക്കലും ഇതെന്തോന്നിനാൽ അറിയും എന്നുള്ള ഒരു പദം വരികയില്ലായിരുന്നു. എന്തോന്നിനാൽ അറിയാം, അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് റിട്ടൺ, ഐ നോ ഇറ്റ്. എനിക്കറിയാം അത് മലാക്കിയിൽ ഉണ്ടെന്ന്, പക്ഷേ ഐ കനോട്ട് ബിലീവ് ദാറ്റ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവെഴുത്തിൽ ഇങ്ങനെയുള്ള ധാരാളം സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. വേദപുസ്തകത്തെ മറിച്ചു കളഞ്ഞൊരിക്കൽ നമ്മൾ വേദപുസ്തകത്തിൽ എനിക്കൊന്ന് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ മന്ത്രവാദിയായ ഒരു മനുഷ്യൻ, ബർയേശു എന്നു പേരുള്ള ഒരുത്തൻ, അപ്പോസ്തലനായ പൗലോസ് വചനം പ്രസംഗിക്കുന്നു, ബർന്നബാസും വചനം പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം ജനങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യത്തെ മറച്ചു കളയുവാനായി, അവരെ കലഹിക്കുവാനായി, അവരുടെ വിശ്വാസത്തെ തടുത്തു കളയുവാനായി എഴുന്നേറ്റ് വന്ന മന്ത്രവാദിയെ നോക്കി അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാചകമുണ്ട്: നീ കുറെ സമയത്തേക്ക് അന്ധനായി, നീ കണ്ണ് കാണാത്തവനായി തപ്പി നടക്കും എന്ന് ദൈവം അവനോട് ആവശ്യപ്പെടുകയാണ്. തപ്പി നടക്കും. എന്തുകൊണ്ടാണ് അവൻ അന്ധത ബാധിച്ചത്? സത്യത്തിന് വിരുദ്ധമായി നിൽക്കുമ്പോൾ, അസത്യത്തെ പ്രചരിപ്പിക്കുമ്പോൾ, തിരുവെഴുത്തുകൾക്ക് വിരുദ്ധമായി നിൽക്കുമ്പോൾ ദൈവം തന്റെ ദാസനിലൂടെ ആ മന്ത്രവാദിയെ അന്ധനാക്കി മാറ്റുകയാണ്. ഇവിടെ ദേവാദി ദൈവം ഒടുവിൽ പറഞ്ഞ അവസാനത്തെ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ലാസ്റ്റ് പ്രോമിസ്. ആ പ്രോമിസ് എനിക്ക് തോന്നുന്നു ഇസ്രായേലിൽ അറിയാത്തവരാരുമില്ല, പറയാത്തവരാരുമില്ല, പഠിക്കാത്തവരാരുമില്ല, പ്രതീക്ഷിക്കാത്തവരാരുമില്ല. എന്തിനേറെ പറയണം, ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം ധൂപം കാട്ടുവാൻ നാഴികയിൽ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ വേദപുസ്തകത്തെ പ്രസംഗിക്കുന്ന വലിയ പ്രാസംഗികന്മാർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളതും എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും ഇങ്ങനെയാണ്: പ്രായാധിക്യത്തിലായിരിക്കുന്ന സെഖറിയാവ് തന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു കുഞ്ഞുവാവ കിട്ടാത്തതുകൊണ്ട് കുഞ്ഞിക്കാല് കാണുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇത്ര വേദവസ്തുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇതല്ല ഇതിന്റെ അർത്ഥം. 400 വർഷമായി ദൈവത്തിന്റെ ദൂതില്ല, പ്രവാചകന്മാരില്ല, പ്രവാചക ശബ്ദമില്ല, ഒന്നുമില്ല. ജനങ്ങൾ ഇങ്ങനെ അന്ധതയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മതപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും അവർക്ക് ബോധിച്ചതുപോലെ ജനത്തെ നടത്തുന്ന കാലഘട്ടത്തിൽ പൗരോഹിത്യ വർഗത്തിനകത്ത് അതിക്രമങ്ങൾ പെരുകിയതിനാൽ, മ്ലേച്ഛതകൾ പെരുകിയതിനാൽ ദൈവീയമായ വിഷയങ്ങളിൽ നിന്ന് ജനത്തെ അകറ്റിക്കൊണ്ടുപോകുന്ന നേതാക്കന്മാരുള്ള കാലഘട്ടത്തിൽ തകർന്നെടുക്കുന്ന ജനസമൂഹത്തിന് നടുവിൽ ദൈവഭക്തിയുള്ള ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥിക്കുകയാണ്.
എന്തോ പ്രാർത്ഥിക്കുന്നത്? തമ്പുരാനെ, ആ യഹോവയുടെ വലുതും ഭയങ്കരമായ നാള് വരുന്നതിന് മുമ്പ് അങ്ങ് ഏലിയാവിനെ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അവർക്കറിയാം ഏലിയാവ് വന്നാൽ മാത്രമേ അവരുടെ രക്ഷാനാഥനായ മിശിഹായിക്ക് വരുവാൻ കഴിയത്തുള്ളൂ. അവിടെ തന്നെ നമ്മളത് മലാഖിയുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനായവൻ പെട്ടെന്ന് മന്ദിരത്തിലേക്ക് വരും. കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ അവരുടെ മശിഹായുടെ വരവ് പ്രതീക്ഷിക്കുക. അപ്പൊ മശിഹായുടെ വരവിന് തൊട്ടു മുമ്പ് കർത്താവിന് വഴിയൊഴുക്കുവാൻ ഒരു പ്രവാചകനെ അയക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തിട്ടുണ്ട്, മലാഖിയിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. സോ അവർ പ്രാർത്ഥിക്കുക, തമ്പുരാനെ ഏലിയാവിനെ അയക്കണമേ. കാരണം എന്താണ്? അവസാനത്തെ പ്രോമിസ, വലിയൊരു നാശം വരുന്നതിന് മുമ്പ് ഏലിയാവിനെ അയക്കണമേ, ഏലിയാവിനെ അയക്കണമേ, ഏലിയാവിനെ അയക്കണമേ എന്ന് പുറത്ത് പ്രാർത്ഥിക്കുന്നു. ജനം പ്രാർത്ഥിക്കുന്നു. അല്ലാതെ സക്കറിയാവിന് കുഞ്ഞിനെ കൊടുക്കണമേ, സക്കറിയാവിന്റെ ജീവിതകാലത്ത് മക്കളില്ലാതിരിക്കുക, ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ വീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കൊച്ചുണ്ടാകാൻ പ്രാർത്ഥിക്കുക, കൊച്ചിന് അരിഞ്ഞാണം കിട്ടുന്ന പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള ഈ പരിപാടികളൊന്നും വേദപുസ്തകത്തിന്റെ പരിപാടികളല്ല. ഇതെല്ലാം നമ്മുടെ ആളുകളെ സൂചിപ്പിക്കാൻ, ആളുകളെ സന്തോഷിപ്പിക്കാനുള്ള പൈങ്കിളി പ്രസംഗങ്ങളും പൈങ്കിളി പ്രാർത്ഥനകളും മാത്രമാണ്. ഇതൊന്നും വേദപുസ്തകവുമായിട്ട് ബന്ധമുള്ള സംഭവമൊന്നുമില്ല. വേദപുസ്തകത്തിലെ പ്രാർത്ഥനയ്ക്കൊക്കെ ആധികാരികമായ അർത്ഥമുണ്ട്. ഇറ്റ് ഈസ് റിട്ടൺ, അത് എഴുതപ്പെട്ടത്, ദൈവിക പദ്ധതി, ദൈവിക പ്രോഗ്രാം, ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം മറക്കരുത്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ പ്രോമിനന്റ് ആയിട്ടുള്ള, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലെ പ്രോമിനന്റ് ആയിട്ടുള്ള മുഴുവൻ വേദികളിലും ഇമാതിരിയുള്ള നശിച്ചു പോകുന്ന നശ്വരമായ വിഷയങ്ങളെ മാത്രം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏലിയാവിന് കുഞ്ഞുവാവെ കിട്ടാൻ പ്രാർത്ഥിക്കുകയല്ല, സക്കറിയാവിന് കുഞ്ഞുവാവെ കിട്ടാൻ പ്രാർത്ഥിക്കുകയെന്നല്ല. ജനമെല്ലാവരും പ്രാർത്ഥിക്കുക. എന്തായിരിക്കും അവരുടെ പ്രാർത്ഥന? ലോർഡ് സെൻഡ് എലൈജയെ അയക്കണമേ, ജനങ്ങളെ ക്രമപ്പെടുത്തേണ്ടതിന്, അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും നിരപ്പിക്കാൻ ഒരു നിരപ്പുണ്ടാകേണ്ടതിന്, ദൈവത്തിന്റെ വഴിയൊരുക്കേണ്ടതിന്, കർത്താവ് കടന്നു വരേണ്ടതിന്, അവരുടെ മശിഹ എന്ന രക്ഷാനായകൻ, അവരുടെ പ്രിയ നിയമദൂതനായവൻ, അവരുടെ പ്രിയപ്പെട്ട ദൈവപുത്രൻ കർത്താവായവൻ കടന്നു വരേണ്ടതിന് കാത്തിരിക്കുകയാ, പ്രാർത്ഥിക്കുകയാ. അകത്ത് ധൂപം കാട്ടുന്നു, പുറത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയം ലോർഡ് സെൻഡ് എലൈജ. അതിന് മറുപടിയായിട്ട് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുന്ന വാദം, കർത്താവിന് ധൂപപീഠത്തിന് വലതു ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. നിൽക്കുന്നവനാ, ഇതൊരു പ്രധാനപ്പെട്ട വാക്കാട്ടോ. നിൽക്കുന്നവനായി അവന് പ്രത്യക്ഷനായി. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവിടെ വന്നു എന്നല്ല. ഇറ്റ് വാസ് എ വിഷൻ. തെറ്റിദ്ധരിക്കല്ലേ? നോക്കിക്കേ, കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നത് കണ്ടു എന്നല്ല, നിൽക്കുന്നതായിട്ട് അവന് പ്രത്യക്ഷനായി. He got it in the vision. He saw, അവൻ വലതു ഭാഗത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു. ആ ദൂതൻ പറയുന്ന വാക്ക് സക്കറിയാവനോട് പറയുകയാണ്. സക്കറിയാവനെ കണ്ട് ഭ്രമിച്ച് പരവശ ദൂതൻ അവനോട് പറയാം, സക്കറിയാവ് ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്താ? നിനക്കൊരു മകൻ ലഭിക്കാൻ പോവുക. അതാരാണ്? ഏലിയാവിന്റെ ശക്തിയോടും ആത്മാവോടും കൂടെ പുറപ്പെടേണ്ട മനുഷ്യൻ. ഞാൻ പറഞ്ഞ വേഗം പറയും. ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഏലിയാവിന്റെ ശക്തിയോടും ആത്മാവും കൂടെ ജനത്തെ ദൈവത്തിങ്കിലേക്ക് ഒരുക്കുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി. ഏത് വരവിനാന്ന് പറയാമോ? സെക്കൻഡ് കമ്മിങ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞ ശ്രദ്ധയോടെ കേൾക്കണം. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ മുന്നോടിയാണ് ഏലിയ പ്രവാചകൻ. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഇനി ഏലിയാവ് യെരുശലേമിൽ വന്നിട്ട്, ഏലിയാവ് മോശയും കൂടെ യെരുശലേമിൽ വന്നിട്ട് 3.5 വർഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക നമ്മുടെ ചേട്ടന്മാർ. എൻ്റെ സഹോദരന്മാരെ, ഏലിയാവ് വന്നു കഴിഞ്ഞു. ഇനി രണ്ടാമതൊരു ഏലിയാവ് ഒന്നും വരത്തൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ 2 സാക്ഷികൾ ഏലിയാവും മോശയുമാണ് നമ്മൾ പറയുന്നുണ്ട്. ഞാൻ അതിനെ തിരസ്കരിക്കാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുറേം കൂടെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ടതുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം വെളിപ്പാട് പുസ്തകത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇതെല്ലാം കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഏലിയാവിനെ അയക്കുക എന്ന് പറഞ്ഞു. ഏലിയാവിനെ ദൈവം യോഹന്നാൻ എന്ന് പറയുന്ന പ്രവാചകനായിട്ടാണ് അയച്ചത്. കർത്താവ് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പരിഹരിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. ആരാ? യോഹന്നാനെ കുറിച്ച് യേശു പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഇവിടെ വചനമുണ്ടോ? ഉണ്ട്. എഴുതപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അവസാനം പറഞ്ഞ വാഗ്ദത്തമാണോ? അതെ. ജനം പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്. സക്കറിയാവ് പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കർത്താവിന്റെ വചനത്തിലുണ്ടോ? ഉണ്ട്. പ്രവചനമുണ്ടോ? പ്രവചനമുണ്ട്. വാക്യമുണ്ടോ? ഉണ്ട്. പ്രവാചക ശബ്ദമാണ്, ആണ്. പ്രസംഗിക്കപ്പെടുന്ന ഉണ്ട്. പാടുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ വചനത്തെ വിശ്വസിക്കുന്നില്ല. ഡോണ്ട് ബിലീവ് ഇൻ ദ വേർഡ്. സ്വർഗത്തിൽ അവരെന്ത് പറഞ്ഞത്? ഒരു ഷട്ട് യുവർ മൗത്ത്. നിന്റെ നാവ് ഞാൻ അടയ്ക്കാൻ പോകും. എന്തുകൊണ്ടാന്ന് നോക്കിയേ, ഞാൻ പുള്ളിയെടുത്ത മറുപടി
ഇതൊക്കെ സംഭവിക്കുന്നത് എനിക്ക് എന്തോന്നിനാൽ അറിയാം എന്ന് ചോദിച്ചപ്പോൾ മറുപടി, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഗ്ലോറി ടു ഗാഡ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകും എന്ന് പറഞ്ഞാടാ, ഞാൻ ചുമ്മാതെ വാചം അടിക്കാൻ വന്നതല്ല, ഞാൻ ചുമ്മാതെ ഇങ്ങോട്ട് വന്നപ്പോൾ കയറി നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വന്നതല്ല, നിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്നതൊന്നുമല്ല. ഞാൻ തമ്പുരാന്റെ തിരുമുമ്പിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആലോചന കേട്ടിട്ടാ വന്നത്, മുഖത്ത് നിന്ന് കണ്ടിട്ട ആ മെസ്സേജ് കേട്ടിട്ടാ വന്നത്, ആ തിരുവായിൽ നിന്ന് ആലോചന കേട്ടിട്ടാ ഞാൻ വന്നത്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ളത് എന്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. What is the meaning of that word? Dumbness. Why? നീ ഇത്രയും വലിയ സദ്വർത്താവനം അറിയിച്ചിട്ടും നീ അത് വിശ്വസിക്കായകൊണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പുതുനിയമത്തിന്റെ തുടക്കം, ആരംഭത്തിൽ വരിക. ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. എന്തുകൊണ്ടാണ് തന്റെ ഇതിനെ വാടച്ച ഇനി ഇയാൾ വാ തുറന്ന ഇയാൾ വേണേ പറയും എൻ്റെ മകൻ ഭയങ്കരനാണ്, അവന് ദൈവം പറഞ്ഞ ആലോചന പ്രഹം കിട്ടിയവനെ, പക്ഷെ അവൻ യോഹന്നാനാന്ന് എനിക്ക് തോന്നുന്നില്ല, അവൻ ഏലിയാവാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ജനത്തിന്റെ ഹൃദയത്തിനകത്ത് തെറ്റിദ്ധാരണ പഠിപ്പിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നീ വായ അടച്ചോണം. The dumbness of സഖറിയാവിന്റെ dumbness is just because he don't believe the scripture. ഇന്റെ പ്രിയ സഹോദരൻ, ഇത് തന്നെയാണ് ഇന്നത്തെ ക്രൈസ്തവ ലോകത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ്. യേശു ക്രിസ്തു മത്തായി 10:23 പറഞ്ഞു, നിങ്ങൾ ഒരു പട്ടണം നിങ്ങളെ കൈക്കൊണ്ടാൽ ആ പട്ടണത്തിൽ ചെന്ന് സമാധാനം പറയാം, കൈക്കൊണ്ടില്ലേ ആ പട്ടണം വിട്ട് അടുത്ത പട്ടണത്തിലേക്ക് അതിന്റെ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിട്ട് പോയിക്കോ. അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നത്, മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ ചുറ്റിത്തിരത്തില്ല. I'm asking you, to the prominent churches today, pastors today, do you believe that verse? സഖറിയാവിൽ പറഞ്ഞു, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നവരെ ഏലിയാവിനെ അയക്കും. ആ ഏലിയാവ് നിനക്കൊരു മകൻ ജനിക്കും, ആ മകൻ ഏലിയാവിന്റെ ശക്തിയോടുകൂടെ പുറപ്പെടുമെന്ന് ഗബ്രിയേൽ പോലും പറഞ്ഞിട്ട്, നേരിട്ട് വന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത സഖറിയാവിനെ പോലെ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തൽ 10:23 മത്തായി എത്ര വിശ്വാസികൾ വിശ്വസിക്കുന്നത്? They don't believe that verse. They don't believe that verse. നമ്മുടെ കേരളത്തിൽ തന്നെ വിശുദ്ധനാട് സന്ദർശിക്കുന്ന വിശുദ്ധന്മാർ അവിടെ കയറി ഇറങ്ങിയ സ്ഥലം അത് മൊത്തം. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ ചുറ്റിത്തീരുകയില്ല എന്ന വാക്കിനെ വിശ്വസിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. മത്തായി 16:26 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്രന്റെ ശക്തിയോട് വരുമ്പോൾ മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരിൽ ചിലുണ്ട് എന്ന് പറഞ്ഞാൽ, മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ വരവിൽ നീ നിൽക്കുന്ന ചില ആളുകൾ ജീവനോടെ ഇരിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സഖറിയാവുമാരോട് ഞാൻ ചോദിക്കുന്നു, എത്ര സഖറിയ വിശ്വസിക്കുന്നുണ്ട്? മൗനമല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഊമയായില്ലേ? ഇപ്പൊ നിങ്ങൾ ഊമയാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം 30 മുതൽ വായിക്കുമ്പോൾ, ഇതൊക്കെയും സംഭവിക്കുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് യേശു കർത്താവ് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24-ാം 31 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞാൽ, യേശു സംസാരിക്കുന്ന അപ്പോസ്തലന്മാരുടെ യേശുവിന്റെ തലമുറ തീരുന്നതിന് മുമ്പ് ഈ പറഞ്ഞതൊക്കെ നിവർത്തിയാകുമെന്ന് യേശുവും അപ്പോസ്തലന്മാരും പല ഊര് പറഞ്ഞിട്ടും എഴുതി തന്നിട്ടും എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? Nobody is believing that. എല്ലാവർക്കും ഊമന്മാരായി പോയി. Church of God, IPC, Sharon Frost, New India, New Generation, every church now just like Zechariah, ഊമരായി പോയി. എന്താ വാതുറക്കാൻ പറ്റാത്ത? മത്തായിയുടെ സുവിശേഷം 26-ാം 64-ാമത്തെ വാക്യത്തിൽ കയ്യഫാവിന് ഹന്നാവരോടും തമ്പുരാൻ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമേറ്റി വരുന്നതും നിങ്ങൾ കാണും. ഇന്ന് കയ്യഫാവും ഹന്നാവും ജീവിച്ചിരിപ്പുണ്ടോ? ഒരാളുടെ മുഖത്ത് നോക്കി നിങ്ങൾ കാണുമെന്ന് പറഞ്ഞെങ്കിൽ അത് പറഞ്ഞത് മനുഷ്യനല്ല, ദൈവത്തിന്റെ പുത്രന. വാക്ക് പറഞ്ഞാൽ മാറാത്തവന്. എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? ആ വാക്യം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യെരൂശലേം ദേവാലയത്തിനകത്ത് വെച്ച ഈ സംസാരം, വീട്ടിനകത്ത് വെച്ച് പ്രാർത്ഥനാ മുറിയിലല്ല, എന്റെ പ്രാർത്ഥനാ മുറിയിലല്ല. യെരൂശലേം ദേവാലയത്തിനകത്ത് വിശുദ്ധമായ കർത്താവിന്റെ ആലയം, എന്റെ പിതാവിന്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് മിശിഹാ തന്നെ പറഞ്ഞ ദേവാലയം എന്ന് പറഞ്ഞ വിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതന്റെ പറയുന്നത്, നീ ഒരു മകന് നിനക്ക് ജന്മം തരാൻ പോവുകയാണ്, നിനക്ക് ലഭിക്കാൻ പോവുകയാണ്, അവൻ ഏലിയാവിന്റെ ശക്തിയോടെ പുറപ്പെട്ടു. എഴുതിയ വചനത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി വന്ന ഗബ്രിയേൽ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല.
എത്ര പേരെന്ന് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. എല്ലാ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ പുസ്തകം എഴുതി കാശുണ്ടാക്കുന്ന ജോൺ ഹാഗിമാർ, കോടീശ്വരന്മാർ, എന്താ ദൈവം അവരെ വിട്ടേക്കുന്നത്? ദൈവം അവരെ വിട്ടേക്കുക. നിങ്ങൾ പണിയുക, നിങ്ങൾ കാശുണ്ടാക്കുക, ബിൽഡിംഗ് പണിയുക, ആളുകളെ കൂട്ടുക, വലുതാകുക, മെഗാ ചർച്ച ഉണ്ടാക്കുക. ബട്ട് ദൈവം നിങ്ങളെ ഊമന്മാരാക്കിയിരിക്കുക. ദൈവം നിങ്ങളെ ഊമന്മാരാക്കിയേക്കുക. കാരണം ഷട്ട് അപ്പ് യുവർ മൗത്ത് ബിക്കോസ് യു ഡോണ്ട് ബിലീവ് ദ വേർഡ്. ദൈവത്തിനപ്പുറത്ത് ഒരു കൊച്ചുകൂട്ടം ആളുകളുണ്ട്. ദേ ആർ സ്പീക്കിംഗ് ദ ട്രൂത്ത്, ഡിവൈഡിങ് ദ വേർഡ് വിത്ത് ദ വേർഡ്, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ്. ദേ ആർ നോട്ട് അഷെയിംഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെ ദൈവത്തിന്റെ വചനത്തെ വളരെ ലഘുവായി, വളരെ ആഴമായി, സത്യസന്ധമായി പ്രസംഗിക്കുന്ന ഒരു ചെറിയ റമനന്റ് ഇന്നും ഉണ്ട് ലോകത്ത്. അവർ ഈ ബഹുഭൂരിപക്ഷം ആളുകളുടെ മുമ്പിൽ ഹെറിറ്റിക്കാണ്. ജോൺ ലോറൻസ് എന്ന് പറയുന്നത് ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ ഹെറിറ്റിക് പാസ്റ്ററാണ്. ഐ എം മിസ്റ്റർ ഹെറിറ്റിക്. ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ് ബിക്കോസ് ഐ നോ ദാറ്റ് ഐ എം പ്രീച്ചിങ് ദ ട്രൂത്ത്. നിങ്ങൾ എന്നെ അപഹസിച്ചത് കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്കിത് പ്രസംഗിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വാതുറക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് സക്കറിയാവിന് വന്നതുപോലെ ദൈവത്തിന്റെ ദൂതനാൽ ഊമന്മാരായി പോയവരാ നിങ്ങൾ. യു ഡു നോട്ട് നോ, യു കനോട്ട് ഓപ്പൺ യുവർ മൗത്ത്. ഗോഡ് ഷട്ട് യുവർ മൗത്ത്. ദൈവം നിങ്ങളുടെ നാവിനെ അടച്ചത്. ദൈവം നിങ്ങളുടെ നാവിനെ അടച്ചത്. നിങ്ങൾക്കറിയാമോ, കർത്താവ് യേശു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഈ ദേവാലയം പൊളിപ്പിൽ 3 ദിവസം കൊണ്ട് ഞാൻ പണിതു തരാം. തന്റെ ശരീരം എന്ന ദേവാലയത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ദേവാലയത്തെ കുറിച്ച് യേശു ക്രിസ്തു കർത്താവ് പറഞ്ഞു, ഈ കല്ലിന്മേൽ, ഈ ദേവാലയത്തിന്റെ പണി നോക്കിയപ്പോൾ ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോകുന്ന നാൾ വരുന്നു. ഇറ്റ് ഹാപ്പൻ ഇൻ AD 70. എന്റെ യേശു പറഞ്ഞതുപോലെ സംഭവിച്ചു. എന്നാലും നമ്മുടെ ക്രൈസ്തവ സഭ എന്താ വിശ്വസിക്കുന്നത്? 3ാമത്തെ ആലയം പണിയാൻ പോകുന്നു. റെഡ് ഹെയ്ഫറിനെ കൊണ്ടുവന്നിരിക്കുന്നു. പുരോഹിതന്മാർ റെഡിയായിരിക്കുന്നു. യെരൂശലേം ദേവാലയം പണിയാനുള്ള കല്ലുകളെല്ലാം പണിത് വെച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ കല്ല് പണിയും, പക്ഷെ അത് റിസോർട്ടായിരിക്കും, ദേവാലയം ആയിരിക്കത്തില്ല. 3ാമത് അവിടെ പടുത്തുയർത്താൻ പോകുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കാം. പക്ഷെ ദാറ്റ് വിൽ നെവർ ബി ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ബിക്കോസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ് ഈസ് ബിൽഡ് ബൈ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ബൈ ദ ലിവിങ് സ്റ്റോൺസ്. ജീവനുള്ള കല്ലുകളെ കൊണ്ട് പണിതിരിക്കുന്നവന്റെ ദേവാലയമാണ്. അവിടെയാണ് ദൈവം വസിക്കുന്നത്. അല്ലാതെ യെരൂശലേമിന്റെ കുന്നുമുകളിൽ ഇനിയും കല്ലും കൊണ്ട് പണിയാൻ പോകുന്ന ഏതോ ഒരു ദേവാലയത്തിൽ വന്നിരിക്കുന്നത് ദൈവമായിരിക്കത്തില്ല. വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ചെകുത്താനായിരിക്കും. There is no such plan. But still, these people are believing that because they are not believing in the word of God. They are preachers, they are gospel preachers, they are Bible teachers. They don't believe in the word of God. They are just like Zechariah. AD 70 യേശു വന്നതിന്റെ തെളിവെന്താ? പുസ്തകം നോക്ക് സാറേ, ബൈബിളിലേക്ക് നോക്ക്, അപ്പോസ്തലന്മാർ പറഞ്ഞു നോക്ക്, യേശു പറഞ്ഞു നോക്ക്. വിശ്വാസമില്ല അവർക്ക്. They are not believing in the word of God. യേശു ക്രിസ്തു എത്ര പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ? 7 പ്രാവശ്യം. ഇതാ ഞാൻ വേഗം വരുന്നു. ഡു യു ബിലീവ് ദാറ്റ് വേർഡ്സ്? ആ വേഗത്തിന് 2000, 3000, 1,00,000 വരെ വർഷങ്ങൾക്ക് കാലതാമസം ഉണ്ടാകാമെന്ന് പഠിപ്പിക്കുന്ന വേദപണ്ഡിതന്മാർ. നിങ്ങളെ ഓർത്ത് എനിക്ക് സഹതാപമേ ഉള്ളൂ. നിങ്ങളും സെക്കറിയാവിന്റെ ഊമത്തത്തിലേക്ക് പോയിരിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമില്ല. ധൈര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ വാതുറക്കാൻ ഇനി ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ ഭോഷ്ക് പറഞ്ഞ്, ഭോഷ്ക് വിശ്വസിപ്പിച്ച്, ഭോഷ്ക് മുഖാന്തരം കാശുണ്ടാക്കി, ഭോഷ്ക് മുഖാന്തരം മെഗാ ചർച്ച ഉണ്ടാക്കി, ഭോഷ്ക് പറഞ്ഞ് പണമുണ്ടാക്കി കോടീശ്വരന്മാരായി നിങ്ങൾ ജീവിച്ചോ. പക്ഷെ ദൈവത്തിന് ഒരു റമനന്റ് ഈ ഭൂമിയിലുണ്ട്. ദേ ആർ പ്രീച്ചിങ് ഗോഡ്സ് വേർഡ്. നിങ്ങൾ അവരെ അന്തിക്രിസ്തു എന്ന് വിളിക്കും. എന്റെ പേര് ആന്റി ക്രൈസ്റ്റ്, അന്തിക്രിസ്തു തന്നെ പേര്. കളപ്രവാചകൻ, ദുരുപദേഷ്ടാവ്, ലൂസിഫറിന്റെ മകൻ, ഇങ്ങനെയുള്ള മനോഹരമായ പേരുകളാൽ ഞാൻ ധന്യനായിരിക്കുക. ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഈ പറയുന്ന ആരെന്നറിയുമോ? ഊമന്മാരായ സെക്കറിയാവും, നട്ടലില്ലാത്ത സുവിശേഷകന്മാർ, ദൈവവചനം വിശ്വസിക്കാത്ത പ്രസംഗകർ, യേശുവും അപ്പോസ്തലന്മാരും പറഞ്ഞതിന് വില കൊടുക്കാത്ത ഉപദേശിമാർ. നിങ്ങൾ എന്നെ ഹെറിറ്റിക് എന്ന് വിളിച്ചാൽ ഐ ഡോണ്ട് കെയർ ബ്രദർ, ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. അതിനെ ഞാൻ ഒരു കിരീടമായിട്ട് ധരിക്കുന്നു എന്റെ തലയിൽ, അഭിമാനത്തോടെ ധരിക്കും. തമ്പുരാൻ പറഞ്ഞു, നീ മിണ്ടിപ്പോയത്. നീ മെഗാ ചർച്ചയൊക്കെ പണിതു, നീ കോടികൾ ഉണ്ടാക്കിക്കോ. നീ ഇനി 5 ബ്ലഡ് മൂൺ എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കി കോടിക്കണക്കിനുണ്ടാക്കുക. നീ ഇനി യേശു വരുന്നു എന്നുള്ളൊരു പുസ്തകം ഇറക്കി ജീവിച്ചു. അന്തിക്രിസ്തു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചോ. റഷ്യയും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാക്കാൻ പോകുന്നു, ജീവിച്ചോ. നീ പ്രസംഗിച്ച് ജീവിക്കേ. പക്ഷെ സ്വർഗത്തിലെ തമ്പുരാൻ പറഞ്ഞു, ഹിയർ ഗോഡ് ഹാസ്
another remnant to preach the truth. Thank God I belongs to that little group. തൻ്റെ ഇടത്തോടെ ഞാൻ പറയാം, ദൈവം തെരഞ്ഞെടുത്ത ആ ശേഷിപ്പിന്റെ ഭാഗമാണ് ഞാൻ അവിടെയുണ്ട്. ഹല്ലേലൂയ, മറക്കല്ലേ. അപ്പം സക്കറിയാവിന്റെ ഡംനെസ് എന്ന് പറയുന്നത് സത്യത്തെ, ഞാൻ ഇന്ന് പറഞ്ഞത് സെയിം തിങ് ഹാപ്പൻഡ്. ഇന്ന് ഈ തലമുറയിൽ, ഞാൻ ജീവിച്ചിരിക്കുന്ന തലമുറയിൽ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് ഒറ്റ ഒരാൾക്ക് ധൈര്യമില്ല. ഈ വചനം എടുത്ത് പൊളിച്ച് കൈ കൊടുത്താൽ പോലും they won't believe that, because the same spirit of Zechariah. സിമ്പിളി പറയുന്നത് ആടെ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വരും, വേഗം വരും. ഈ ഒരു വാക്യമില്ലേ എഫെസോസിൽ സഭയോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് മാനസാന്തരപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ ഞാൻ വേഗം വന്ന് നിന്റെ നിലവിളക്ക് തസ്ഥാനം നീക്കിക്കളയും. യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്, കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, പറോസിയ. ഇന്ന് എഫെസോസും ഇല്ല, എഫെസോസ് പള്ളിയില്ല, നിലവിളക്കും ഇല്ല. എന്തിയേ സംഭവിച്ചു? ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. ഇത് ഹാപ്പൻഡ് എന്ന് അറിയാൻ ചില ആളുകൾക്ക്. അതുകൊണ്ട് 7 സഭകളുടെ ഉപദേശങ്ങളെ 7 കാലഘട്ടമായി തിരിച്ച് നമ്മളെ ജനത്തെ ഇരുന്ന് നന്നായി ശാന്തമായി കബളിപ്പിച്ച് കാശുണ്ടാക്കി ജനത്തെ കബളിപ്പിച്ചുകൊണ്ട് ഈ ചേട്ടന്മാരിയ്ക്കുക. 7 സഭകളുടെ ഉപദേശം 7 കാലഘട്ടമാണ്. ബ്രദറൻ കാലഘട്ടമാണ് ഫിലദൽഫിയ സഭയുടെ കാലഘട്ടം. പെന്തിക്കോസിന്റെ കാലഘട്ടമാണ് ലവോദിക്ക കാലഘട്ടം. പെന്തക്കോസുകാരൻ ബ്രദറിനെ കുറ്റം പറയുന്നു, ബ്രദറൻകാരൻ പെന്തിക്കോസിനെ കുറ്റം പറയുന്നു. എന്റെ പൊന്നു ചേട്ടായിമാരെ, ഇതെല്ലാം ഓൾറെഡി ഹാപ്പൻഡ്. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഏഷ്യൻ മൈനർ ഉണ്ടായിരുന്ന സഭയ്ക്ക് എഴുതിയ ദൂതാണ്. കാരണം വരാൻ പോകുന്ന വലിയ കൊടിയ വിപത്തിൽ, ആ 70 വരാൻ പോകുന്ന ജഡ്ജ്മെന്റിൽ ഈ ഏരിയ ബാധിക്കപ്പെടും. അതുകൊണ്ട് 7 സഭകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കുക, അല്ലെങ്കിൽ സക്കറിയാവിനെ പോലെ ഊമനായിട്ടിരിക്കുക. രണ്ടാമത്തത്, അപ്പൊ പിന്നെ ചോദിക്കും, എന്തുകൊണ്ട് എലിസബത്തിന്റെ ഗർഭത്തെ ദൈവം അടച്ചിരുന്നു? വേദപുസ്തകങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ വായിക്കും. ഉൽപ്പത്തി മുതൽ അങ്ങോട്ട് വായിക്കും. നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ മക്കൾ ജനിക്കാത്തവരെ കാണാൻ പറ്റും. ആദ്യത്തെ ആള് അബ്രഹാമിന്റെ ഭാര്യ സാറായി. അവൾക്ക് മക്കൾ ജനിക്കുന്നില്ല, വന്ധ്യതയിലായിരുന്നു. അവരുടെ മകനായ ഇസഹാക്കിന് അവൾക്ക് മക്കൾ ജനിക്കുന്നില്ല. പ്രാർത്ഥിച്ച ദൈവമേ എനിക്ക് മക്കളെ തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. മുമ്പോട്ടിങ്ങോട്ട് വരുമ്പോൾ പലയിടങ്ങളിൽ ഓരോ ദൈവിക ശുശ്രൂഷകന്മാർ, ഓരോ ഹന്നായെ നോക്കി പറഞ്ഞു അവൾക്ക് മക്കളില്ലാതെ പ്രാർത്ഥിക്കുന്നു. മനോഹയുടെ ഭാര്യ മക്കളില്ലാതെ പ്രാർത്ഥിക്കുന്നു. എല്ലായിടങ്ങളിലും ദൈവം ചിലരുടെ ഗർഭങ്ങളെ അടച്ചു വെച്ചിരിക്കും, ഗർഭപാത്രത്തെ അടച്ചു വെച്ചിരിക്കുന്നു. 2 കാര്യം ആ പഴയ നിയമത്തിൽ ഗർഭപാത്രവുമായി അല്ലെങ്കിൽ വന്ധ്യതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഒന്ന്, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ മക്കളെ ജനിപ്പിക്കുന്നില്ല, അവർക്ക് വന്ധ്യത വന്നാൽ അത് ഒന്നാമത്തെ റീസൺ മേ ബി ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ്. ഷീ ഈസ് അണ്ടർ ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ്. അല്ലെങ്കിൽ രണ്ടാമത്തത് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. ഷീ ഈസ് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ് ഫോർ ഗോഡ് സേക്ക്. ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം അവളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. ഗർഭത്തെ അടച്ചു വെച്ചിരിക്കുന്നു. എന്തിനാ? ദൈവത്തിന്റെ ഏതോ പദ്ധതിക്കായി അവൾ കണ്ടിരിക്കുന്നു. ഇസഹാക്ക് എന്ന് പറയുന്ന വാഗ്ദത്ത സന്തതി ജനിക്കാൻ ദൈവം സാറായുടെ ഗർഭത്തെ അടച്ചു വെച്ചിരിക്കുന്നു. എന്തിനാ? മറ്റൊരു സീഡ് വളരരുത്, ഒറ്റ സീഡേ വരാൻ പാടുള്ളൂ. അത് ലോകത്തിന് അനുഗ്രഹമായി മാറേണ്ട ഇസഹാക്ക് പിറക്കണം. ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതി ജനിക്കാൻ സാറായുടെ ഗർഭത്തെ ദൈവം അടച്ചു വെച്ചു. യാക്കോബ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രഭു പിറക്കേണ്ടതിന് ദൈവം റെബേക്കായുടെ ഗർഭത്തെ അടച്ചു വെച്ചു. ശമൂവേൽ എന്ന പ്രവാചകൻ ജനിക്കേണ്ടതിന് ഹന്നായുടെ ഗർഭത്തെ ദൈവം അടച്ചു വെച്ചു. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കേണ്ടതിന് മനോഹയുടെ ഭാര്യയുടെ ഗർഭത്തെ ദൈവം അടച്ചു വെച്ചു. സോ എല്ലായിടങ്ങളിലും ദൈവം ആരുടെയെങ്കിലും അടച്ചു വെച്ചിരിക്കുന്ന ബാരൻസ് വന്നിട്ടുണ്ടോ? ദാറ്റ് ഈസ് ഫോർ എ ഗ്രേറ്റ് മൂവ്മെന്റ്. എപ്പോഴും ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും നിങ്ങൾ ബാരൻസിലാണോ? ബാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞേ? വന്ധ്യതയിലാണോ? എവിടെയെങ്കിലും നിങ്ങൾ ഫ്രൂട്ട്ലെസ് ആയിട്ട് നിൽക്കുന്നോ? വരണ്ട അനുഭവത്തിൽ ഇരിക്കുന്നോ? ഫലപുഷ്ടിയില്ലാതിരിക്കുന്നു? ദിസ് ഇസ് എ വേർഡ് ഓഫ് ഗോഡ് ടു യു. ദൈവം നിങ്ങളെ ഒരു വലിയ മൂവ്മെന്റിനായി കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിലൂടെ ദൈവത്തിന് വലിയൊരു പ്രോഗ്രാം ചെയ്യാനുണ്ട്. ദാറ്റ്സ് വൈ ദ ബിഗിനിങ് എപ്പോഴും ഒരു വിൽഡർനെസ് ആയിരിക്കും, ഒരു ബാർനെസ് ആയിരിക്കും. ഗ്ലോറി ടു ഗോഡ്. സോ മാത്രമല്ല, ഇതൊരു പുതുനിയമത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സത്യം. നമ്മള് യെശയ്യാവിന്റെ പ്രവചനത്തിൽ വായിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം 54-ാം അധ്യായം, ആ വാക്യം ഞാൻ പെട്ടെന്ന് വായിച്ച് എൻ്റെ വീഡിയോ വേഗത്തിൽ നിർത്തും. 54-ാം അധ്യായം. ഞാനിത് പറയാനാണ് കാരണം ദാറ്റ് മച്ച് ഐ എം ഇൻസ്പയർഡ് ബൈ ദാറ്റ് വേർഡ്.
എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ രണ്ടുപേരുടെ ഹിസ്റ്ററി. 54 അധ്യായത്തിന് 1-ാം വാക്യം, പ്രസവിക്കാത്ത അമ്മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിഘോഷിക്കുക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുകളുടെ മക്കളെക്കാൾ അധികം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് വേർഡ്സ്? ഇതേ വചനം നമ്മൾ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 4-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ വാക്യങ്ങൾ, ന്യായപ്രമാണത്തിന് കീഴിൽ പനിച്ചിരിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണത്തെ കേൾക്കുന്നില്ലയോ എന്ന് എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൾ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജനപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യമാകുന്ന ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്ര. ഒന്ന് സീനായിൽ നിന്നുണ്ടായ അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ എന്നത് അറബ് ദേശത്ത് സീനായെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരൂശലേമിനോട് ഒക്കുന്നു. അത് തന്നെ മക്കളോടുകൂടെ അടിമയായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യെരൂശലേമിനെ വേദപുസ്തകം വിളിക്കുന്നു അറബി നാട്. ഹാഗർ, അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അടിമകളാണ്. അടുത്ത വാക്യം, മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകും, അവൾ തന്നെ നമ്മുടെ അമ്മ. അടുത്ത വാക്യം, പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക, ഏകാംഗനയുടെ മക്കൾ ഭർത്താവുകളുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് വേഴ്സ്? ഇൻ ദ ഓൾഡ് കവനന്റ് മച്ചിയായ സ്ത്രീക്കും ഷണ്ണനും ദൈവരാജ്യത്തിൽ യാതൊരു സ്ഥാനമില്ല. മക്കളെ ജനിപ്പിക്കാൻ കഴിയാത്ത സ്ത്രീയും മക്കൾ ജനിക്കാത്ത പുരുഷന്മാരും ദൈവരാജ്യത്തിന് ആവശ്യമില്ലാത്തവർ. അവരെക്കുറിച്ച് പുസ്തകം പറയുന്നു, ദേവാലയത്തിൽ പ്രവേശിക്കരുത്. ഷണ്ണൻ ദേവാലയത്തിൽ പ്രവേശിക്കരുത്. വായ്? അവൻ ഫ്രൂട്ട്ഫുൾ അല്ല, അവനെ കൊണ്ട് ദൈവരാജ്യം പണിയാൻ പറ്റില്ല. തമ്പുരാൻ പറയല്ല, പുതുനിയമം ആരംഭിക്കാൻ പോവുകയാണ്. പുതുനിയമം ആരംഭിക്കാൻ പോകുമ്പോൾ പുതുനിയമത്തിന്റെ മുന്നോടിയായി വരേണ്ട കർത്താവായ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാന്റെ അമ്മ ബാരൻ, അവൾ ആരാണ്? വന്ധ്യത വന്ന സ്ത്രീയാണ്. എന്തുകൊണ്ട് അവളെ വന്ധ്യതയിൽ നിർത്തിയിരിക്കുന്നത്? കാരണം ഇതൊരു പുതിയ ജനറേഷൻ ആരംഭിക്കാൻ പോവുക, പുതിയൊരു സിസ്റ്റം ആരംഭിക്കാൻ പോവുക. ഇനി മക്കൾ ഭൗതികമായി ജനിക്കുന്ന മക്കളെ കൊണ്ടല്ല ദേവാലയം പണിയാൻ പോകുന്നത്, ഭൗതികമായി ജനിക്കുന്ന മക്കളെ കൊണ്ടല്ല ദൈവരാജ്യം പണിയാൻ പോകുന്നത്, മറിച്ച് സുവിശേഷത്താൽ, ദൈവകൃപയാൽ, ദൈവാത്മാവിനാൽ, ദൈവവചനത്താൽ, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവർ. ഹല്ലേലൂയ. അബ്രഹാം എന്ന് പിറന്ന ജഡത്തിന്റെ സന്തതികളാണ് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ, പഴയ നിയമത്തിൽ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളെങ്കിൽ പുതിയ നിയമത്തിൽ വിശ്വാസത്താൽ, വചനത്താൽ, യേശുക്രിസ്തുവിനാൽ, ദൈവത്താൽ പിറക്കുന്നവർ. അങ്ങനെ പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പ്രധാന വിഷയം ടോക്കിംഗ് അബൌട്ട് ന്യൂ കവനന്റ്. അപ്പൊ ഇവിടെ എലിസബത്ത് എന്തിനെയാണ് കാണിക്കുന്നത്? എലിസബത്ത് പറയുകയാണ്, ഞാൻ വന്ധ്യയായ സ്ത്രീയാ, പക്ഷെ ഐ ഹാവ് എ ഹോപ്പ് ഇൻ ദ ന്യൂ കവനന്റ്. ഐ ക്യാൻ ബെയർ മെനി ചിൽഡ്രൻസ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ബൈ ദ ഗോസ്പൽ. അത് മറ്റൊരു ചിന്ത ഞാൻ പറഞ്ഞു. ഇവിടെ സാറായി ആരാണ്? സാറായെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവൾക്ക് മക്കളില്ല. ഹാഗറിനാകട്ടെ ഇഷ്ടം പോലെ മക്കൾ പറക്കും. സാറായി വന്ധ്യതയുള്ളവളാണ്. പക്ഷെ അവൾ വന്ധ്യയായിരുന്നത് വാഗ്ദത്തത്തിന്റെ സന്തതിയെ ജനിപ്പിക്കാനാണ്. നമുക്ക് വേണമെങ്കിൽ എലിസബത്തിനോട് ചോദിക്കാം, താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഒരു ബാരൺ വുമൺ ആയിട്ടിരുന്നത്? മറുപടി, ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനെ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ ഏറ്റവും വലിയ ആളെ ജനിപ്പിക്കാൻ വേണ്ടി ദൈവം എൻ്റെ വൂമ്പിനെ പ്രൊട്ടക്ട് ചെയ്യാറ്. മറ്റൊരു സീഡ് അവിടെ വളരാൻ പാടില്ല, വേറൊന്നിന് ഇടം കൊടുക്കാൻ പാടില്ല, മറ്റൊരു പുത്രൻ അവിടെ ജനിക്കാൻ പാടില്ല. ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി മാത്രം പിറക്കണം എന്ന് സ്വർഗം നിശ്ചയിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ശ്രേഷ്ഠ പ്രവാചകനെ, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യനെ, കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ത്രീകളിൽ ജനിച്ച ഏറ്റവും വലിയ പുരുഷനെ ജനിപ്പിക്കാൻ God was preparing my womb. He was protecting my womb. I was a barren woman, but I'm going to give a great prophet to the world. And this is talking about the new covenant. Hallelujah. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് വാക്ക് നിർത്താം. പഴയ നിയമത്തിൽ വന്ന യെരൂശലേം, അക്ഷരിക യെരൂശലേം, ദൈവം അതിനെ ഹാഗർ എന്ന് വിളിക്കുന്നു, അറബ് ദേശം എന്ന് വിളിക്കുന്നു, സീനായോടൊക്കുന്നു. അവിടെ ജനിച്ചു വീണ മക്കൾ അടിമകൾ. ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഇസ്രായേലിൽ താമസിക്കുന്ന മുഴുവൻ യഹൂദന്മാരാണട്ടെ, യഹൂദനാകട്ടെ, ആരായിക്കോട്ടെ, they are slaves. They are not the sons of God. They are not the sons of God. I am telling you the truth. They are not the people of God. ഇന്ന് നിങ്ങൾ ഇസ്രായേൽ കാണുന്ന ഒരു യഹൂദനും ദൈവത്തിന്റെ ജനമല്ല. അവർ സീനായെ കുറിക്കുന്ന, അറബ് ദേശത്തെ കുറിക്കുന്ന ഹാഗറിന്റെ സന്തതികളായി അടിമകളെ പ്രസവിക്കുന്ന അടിമകളാണവർ. They are not the sons of God. The sons of God, born of God, they are born by the faith of the Son of God. യേശുവിന്റെ വിശ്വാസത്താൽ ജനിച്ച വിശ്വാസ സന്തതികൾ, the children of God, those who believe in the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിന്റെ പുത്രൻ.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, ദ ഡംനെസ് ഓഫ് സെക്കറിയ ആൻഡ് ദ ബാർനെസ് ഓഫ് എലിസബത്ത് is all about God's program and about the new covenant. It's about believing on God's word. അതുകൊണ്ട് ഊമന്മാരായ സക്കറിയമാർ സത്യം പറയാതെ വായടച്ചു മിണ്ടാതിരിക്കട്ടെ. വായ് തുറന്നവർ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. നിങ്ങൾ ഈ വചനം അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, അനേകർക്ക് ഷെയർ ചെയ്യണം, ധൈര്യമായിട്ട് ഷെയർ ചെയ്യണം. ഇതുപോലെ ഊമന്മാരായ ഒരുപാട് ആൾക്ക് ഇത് കേൾക്കാൻ പറ്റും. അവരുടെ വായ തുറക്കട്ടെ. ഞാൻ അവസാനമായിട്ടൊരു വാക്കുകൂടെ പറഞ്ഞു നിർത്താം. അദ്ദേഹത്തിന്റെ വായപ്പഴ തുറന്നതും കൂടെ പറഞ്ഞു നിർത്താം. ഗോഡ് 9 മാസത്തിന് ശേഷം മകൻ ജനിച്ചു. മകൻ ജനിച്ചപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്, സാധാരണ എല്ലാ വീടുകളും യഹൂദന്റെ പ്രത്യേകത, അവരുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ പേരിടുന്നത് അപ്പനാ. പക്ഷെ ഇവിടുത്തെ അപ്പൻ ഊമയായിരിക്കും. അപ്പം ഇവിടെ എലിസബത്ത് പ്രസവിക്കാനുള്ള കാലത്തിന് ശേഷം വേദപുസ്തകം ലൂക്കോസിന് ശേഷം 1-ാം അധ്യായത്തിന്റെ 57-ാം വാക്യം, മകനെ പ്രസവിച്ച് കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ച് എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവൻ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു. അപ്പന്റെ പേര് പോലെ അവന് സെക്കറിയാവ് എന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. അവന്റെ അമ്മയോ അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതുവരെയും യഹൂദ നാട്ടിൽ ഒരു സ്ത്രീയും ഒരു മക്കൾക്ക് പേരിട്ടിട്ടില്ല. പക്ഷെ ഇവിടെ സെക്കറിയാവിന്റെ ഭാര്യ എലിസബത്താണ് ആദ്യം ആ മകന്റെ പേര് ഡിക്ലെയർ ചെയ്യുന്ന, യോഹന്നാൻ. അവർ അവളോട് നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ള ആരെയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവന് എന്ത് പേര് വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവനൊരു എഴുത്തുപലക ചോദിച്ചു. അവന്റെ പേര് യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ നാവും തുറന്നു. അവൻ സംസാരിച്ചു. യോഹന്നാൻ എന്ന് എഴുതി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ചേട്ടായിയെ കൊണ്ട്, വചനം വിശ്വസിക്കാത്ത ചേട്ടനെ കൊണ്ട് തമ്പുരാൻ എഴുതിപ്പിച്ചു. യോഹന്നാൻ, ഗോഡ് ഓഫ് ഗ്രേസ്, കൃപയുടെ ദൈവം എന്ന് പറഞ്ഞാൽ പൊതു നിയമത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് എഴുതി വാ തുറന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ വിശ്വസിക്കാത്ത ചേട്ടന്മാരെ കൊണ്ട് ദൈവം കൃപയുടെ ദൈവമാണ്, ഞങ്ങൾ പ്രമാണത്തിന്റെ ദൈവം എന്നൊക്കെ പറയുന്ന ചേട്ടന്മാരോട് ദൈവം കൃപയുടെ ദൈവമാണെന്ന് നിന്നെ കൊണ്ട് എഴുതിച്ചിട്ടേ നിന്റെയൊക്കെ വാ തുറക്കത്തുള്ളൂ തമ്പുരാൻ. അതുകൊണ്ട് അവിശ്വസിക്കുന്നവരെ ദൈവം വിശ്വാസത്തിലേക്ക് നടത്തട്ടെ. ഊമന്മാരായിരിക്കുന്നവർ വായ് തുറന്ന് സംസാരിക്കട്ടെ. സത്യത്തെ സ്നേഹിക്കാൻ ജനം മുമ്പോട്ട് വരട്ടെ. ദയവ് ചെയ്ത് സെക്കറിയാവിന് വന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിക്കാൻ നോക്കുക. ഓൾറെഡി നിങ്ങളിൽ നല്ലൊരു ശതമാനവും ഊമന്മാരാണ്. ദൈവം നിങ്ങളുടെ വായ അടച്ചു വെച്ചേക്കുക. നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റത്തില്ല, കാരണം യു ആർ നോട്ട് ബിലീവിംഗ് ദ ട്രൂത്ത് ഓഫ് ഗോഡ്. സോ മേ ഗോഡ് ബ്ലെസ് യു ത്രൂ ദീസ് മെസ്സേജസ്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ആസ്വദിക്കട്ടെ. ഇത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടാൻ നിങ്ങൾ അതിനായിട്ട് മുൻപോട്ട് വരിക. നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഒരു എളിയ ശുശ്രൂഷയാണിത്. ഇതിനെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തരട്ടെ. ആമേൻ.